നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ, അവയുടെ പെർഫോമൻസും കൂടാതെ ഇവയുടെ ഭാവി എന്താണെന്നുള്ളതുമാണ്. കാരണം കുറച്ചു കാലങ്ങളായിട്ട് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സോളാർ എനർജിയുടെ ഭാവി എന്താണ്, ഇന്ത്യയെ സംബന്ധിച്ച് ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഭാവി എന്താണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവയുടെ ഭാവിയൊക്കെ വളരെ ശോഭനമാണെന്ന രീതിയിലാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ഓപ്പക്കിന് ബദലായിട്ട് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്പക് എന്നൊക്കെ പറയുന്നത് പോലെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യനെയൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരിയേറെ രാജ്യങ്ങൾ അവയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ആണെങ്കിൽ 550 ജിഗാവാട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെയധികം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സോളാർ എന്ന് പേര് വെച്ചിട്ടുള്ള ഏത് കമ്പനിയാണെങ്കിലും 99-ലൊക്കെയുള്ള .com ബബിൾ പോലെ വളരെയധികം മുകളിലേക്ക് പോയി. ഏകദേശം 14ഓളം IPOകളാണ് സോളാർ എനർജി ആൻസിലറി മാനുഫാക്ചേഴ്സിന്റെ അടുത്തുനിന്ന് മാത്രമായിട്ട് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതേസമയം ഈ വർഷം ആളൊഴിഞ്ഞു ആരവൊഴിഞ്ഞു വെറും 2 സോളാർ കമ്പനികളാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 6 മാസത്തിനുള്ളിൽ. എന്തുകൊണ്ടാണ് 6 മാസത്തിനുള്ളിൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാർട്ടർ ഇപ്പോൾ കഴിയാൻ പോകുന്നു, അടുത്തൊരു ക്വാർട്ടർ വരാൻ പോകുന്നു. ഇതുവരെയും ഒരു ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ട്സ് ഒന്നും പുതുതായിട്ട് വന്നിട്ടില്ല. ആകെയുള്ളത് പൈപ്പ് ലൈനിലുള്ള ഒരൊറ്റ സാധനമാണ്, അത് വിക്രം സോളാറാണ്. അതാണെങ്കിലും അപ്രൂവൽ കിട്ടിയിട്ടില്ല. അതേസമയം അതിന് വിക്രം സോളാറിന്റെ മാനേജ്മെന്റ് അതിനൊരു ഫോളോ അപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയ അറിവ്. കഴിഞ്ഞ വർഷം ഏകദേശം $2.5 ബില്യൺ തത്തുല്യമായിട്ടുള്ള തുകയാണ് ഈ കമ്പനികൾ IPO വഴി സമാഹരിച്ചത്. പക്ഷെ അതേസമയം ഇതുവരെ ഇപ്പോൾ $15 മില്യൺ തത്തുല്യമായിട്ടുള്ളത് മാത്രമേ സമാഹരിച്ചിട്ടുള്ളൂ. അതായത് മൊത്തത്തിലുള്ള ഒരു ആവേശം കെട്ടടങ്ങി എന്നർത്ഥം. പക്ഷേ ഇത്തരത്തിൽ ഇത് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി നമ്മൾ സംശയിക്കണം. മറ്റൊന്നുമല്ല, മാർക്കറ്റ് കണ്ടീഷൻസ് നെഗറ്റീവായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഊതി വീർപ്പിച്ച വാല്യുവേഷനിൽ ലിസ്റ്റിംഗ് സാധ്യമല്ല എന്നുള്ളതാകാം പ്രധാനമായും പല മെർച്ചന്റ് ബാങ്കുകളും IPO കൺസൾട്ടൻസും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഈ ഒരു സെക്ടറിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു സെക്ടർ കുറച്ചൊക്കെ ഒരു നിറം ഭംഗിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപിന്റെ വരവിന് ശേഷം ഈ ഒരു സെക്ടർ മോശമില്ലാത്ത ഒരു തിരിച്ചടി നേരിട്ടു എന്ന് വേണം കരുതാൻ. മറ്റൊന്നും കൊണ്ടല്ല, ട്രംപ് പറയുന്നത് അമേരിക്കയെ പണ്ടുള്ളതുപോലെ തന്നെ ഊർജ മേഖലയുടെ ചക്രവർത്തിയായിട്ട് വാഴിക്കണമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് പറഞ്ഞത് RED എന്ന്, RED, റെസ്റ്റോറിംഗ് എനർജി ഡോമിനൻസ്, അമേരിക്കയുടെ ഊർജ മേഖലയിലുള്ള ആധിപത്യം തിരിച്ചു കൊണ്ടുവരിക. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് പറഞ്ഞത് ഡ്രിൽ ബേബി ഡ്രിൽ 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 എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സോളാറിൽ നിന്നോ വിൻഡിൽ നിന്നോ ഒന്നും പവർ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട, ഡ്രില്ല് ചെയ്യുക, കൂടുതൽ ഫോസിൽ ഫ്യൂവൽസ് കൊണ്ടുവരിക, കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുക. അതാകണം രാജ്യത്തിനെ പ്രൊപ്പൽ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്. കാർബൺ ഫുട് പ്രിന്റ്സിനെ കുറിച്ചോ ഒന്നും ആലോചിച്ച് തലവേദനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 50 വർഷം മുമ്പുള്ള അമേരിക്ക എങ്ങനെയാണോ ലോകത്തെ ഭരിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്ക് ഇതിനെ നമുക്ക് തിരിച്ചു പോകണം, പഴയ പ്രതാപം നേടിയെടുക്കണം. ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? കുറെ കാലങ്ങളായിട്ട് അമേരിക്കയിലും അതേപോലെ തന്നെ അമേരിക്കൻ ഏജൻസികളും ഇംപ്ലിമെന്റേഷൻ പലയിടത്തും നടത്താൻ വേണ്ടിയിരുന്ന പല പ്രോജക്റ്റുകളും അവർ ഒന്നുകിൽ ഡിലേ ചെയ്യുകയോ ചെയ്തു, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചു. അപ്പൊ ഇതിനെ തുടർന്ന് ഇന്ത്യൻ കമ്പനികൾ മാത്രമല്ല ഈ സോളാർ മോഡ്യൂൾ മാനുഫാക്ചേഴ്സ് ഇതിന് തിരിച്ചടി നേരിട്ടത്. പക്ഷെ അതേസമയം ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ എന്തായാലും ഹാർഡ്വെയർ മാനുഫാക്ചേഴ്സിന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറി. അപ്പോൾ അമേരിക്ക കുറ്റം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരാം. ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഒരു 5-6 കമ്പനികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അത് വാരി എനർജി ആകട്ടെ, അല്ലെങ്കിൽ NTPC ഗ്രീൻ ആകട്ടെ, ASME സോളാർ ഹോൾഡിംഗ്സ് ആകട്ടെ, സുസ്ലോൺ മുംബൈ ലിസ്റ്റ് ചെയ്തതാണ്, പ്രീമിയർ എനർജീസ് ആകട്ടെ, ഇവയെല്ലാം ട്രേഡ് ചെയ്യുന്നത് IPO പ്രൈസിനേക്കാളും താഴ്ന്ന വില നിലവാരത്തിലാണ്. ഇതിൽ സുസ്ലോണിനെ നമ്മൾ മാറ്റി നിർത്താം, കാരണം വളരെ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യമില്ല. പക്ഷെ ബാക്കിയെല്ലാം പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവയെല്ലാം കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിൽ ലിസ്റ്റിംഗ് നടന്നതാണ്. ഇവ ഏകദേശം 30 മുതൽ 35%, ചിലതൊക്കെ 40% വരെ IPO പ്രൈസിനേക്കാളും താഴ്ന്ന വില നിലവാരത്തിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് കറക്ഷൻ നടന്നു, സത്യമാണ്. മിക്ക സ്റ്റോക്കുകളും 30 മുതൽ 40% വരെ കറക്ഷൻ നടന്നു പോയി, അതും സത്യമാണ്. പക്ഷേ മാർക്കറ്റ് കറക്ഷന്റെ ഏകദേശം ആ സമയത്തൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ, ഉദാഹരണമായിട്ട് പ്രീമിയർ എനർജീസ് സെപ്റ്റംബറിൽ ലിസ്റ്റ് ചെയ്താണ്, ഇവ പോലും 40% പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ലിസ്റ്റിംഗ് IPOയുടെ വാല്യുവേഷൻ എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയരുകയാണ്. കാരണം മാർക്കറ്റിൻ്റെ അകത്ത് കുറച്ച് വർഷങ്ങളായിട്ട് നിൽക്കുന്നത്
അവ മുകളിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാർക്കറ്റിന്റെ അകത്തുള്ള ഡിമാൻഡിനനുസരിച്ചോ അല്ലെങ്കിൽ ഫണ്ടിന്റെ സപ്ലൈ അനുസരിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ക്യാഷ് ഫ്ലോ അനുസരിച്ചോ പി വാല്യൂസ് മുകളിലേക്ക് പോകും. പക്ഷെ അതേസമയം ഇപ്പോഴുള്ള കറക്ഷൻസ് കാണുമ്പോൾ നമുക്ക് അടുത്തിടെ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ പോലും 40% കറക്ഷൻ നടന്നു എന്ന് പറയുമ്പോൾ IPO പ്രൈസ് തന്നെ ഇൻഫ്ലേറ്റഡ് ആയിരുന്നു, ഊതിപ്പെരിപ്പിച്ചതായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ഈ ഒരു റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ആ ഒരു സെന്റിമെന്റ് ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ വിറ്റ് കാശാക്കി എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ ഒരു ഡീസന്റ് വാല്യൂഷനിലാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നമ്പേഴ്സ് ഒന്നും നോക്കാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഡീസന്റ് വാല്യൂഷൻ അല്ല എന്നുള്ളതാണ്. വീണ്ടും സെന്റിമെന്റിന്റെ മുകളിൽ ചിലപ്പോൾ മുകളിലേക്ക് പോയേക്കാം, അത് ഇവിടെ തള്ളിക്കളയുന്നില്ല. നമ്മൾ 5 വർഷത്തെ ഒരു നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇവിടെയുള്ള മൊത്തമുള്ള ഊർജ്ജ ഉൽപാദനത്തിന്റെ ബഹുഭൂരിപക്ഷവും കൽക്കരിയിൽ നിന്നാണുള്ളത്. അത് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം പല പല ഇൻസെന്റീവ്സും അതേപോലെ തന്നെ ലോകം മുഴുവനുള്ള ഒരു ക്ലീനർ എനർജി എന്ന് പറഞ്ഞു പോകുന്നതും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ ഗ്രീൻ എനർജി സർട്ടിഫിക്കേഷൻസ് എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള കമ്പനികളായിട്ടുള്ള സ്റ്റീൽ ആണെങ്കിലും ശരി, സിമെന്റ് ആണെങ്കിലും ശരി, മൈനിങ് ആണെങ്കിലും ശരി, ഇവയ്ക്കൊക്കെ നിർബന്ധമാക്കി. അപ്പൊ ഇതിനെ തുടർന്ന് ഗ്രീൻ എനർജി സർട്ടിഫിക്കേഷൻസ് വേണമെന്നുള്ളതാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹരിത ഊർജ കമ്പനികളായിട്ടുള്ള അദാനിയൊക്കെ പോലെ ഉള്ളവർ അവരെല്ലാവരും സ്വന്തമായിട്ട് വിൻഡ് ഫാംസ് ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ സോളാർ ഫാംസ് തുടങ്ങി, അവയിൽ നിന്നുള്ള ഊർജ്ജം ഗ്രിഡിലേക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങി. കൂടാതെ എനർജി സർട്ടിഫിക്കറ്റ് സെല് ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലുള്ളത് കുറെയെല്ലാം നടന്നുകൊണ്ട് അത് വലിയൊരു പുത്തനുണർവായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച്. പക്ഷേ പതുക്കെ പല കമ്പനികളും എനർജി അധികം ഉപയോഗിക്കുന്ന കമ്പനികളും അവർ പതുക്കെ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം, ഗ്രീൻ എനർജിക്ക് വേണ്ടിയിട്ട് ഇത്ര അധികം ഒരു പ്രശ്നങ്ങളൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ അഡോപ്ഷൻ കുറച്ച് പതുക്കെ ആയാലും കുഴപ്പമില്ല. അതാണ് നമ്മൾ ആത്യന്തികമായി ക്രിട്ടിക്കലായിട്ട് നമ്പേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉയർന്നു വന്നിരുന്ന ഒരു സോളാർ ജനറേഷൻ കുറയാനാണ് കുറച്ചൊരു സാധ്യത. അപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് ഉള്ള ഒരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് സോളാർ പവറിന്റെ അകത്ത് ഉള്ള കമ്പനികൾക്ക് ഉണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ഉണ്ടാകും എന്ന് വലിയൊരു പ്രതീക്ഷ വേണ്ട. സാധാരണ രീതിയിലുള്ള ഊർജ്ജ കമ്പനികളെ നോക്കിക്കാണുന്നത് പോലെ തന്നെ ഈ കമ്പനിയെ നോക്കിക്കാണാൻ വേണ്ടി ശ്രമിക്കുക. പല കമ്പനികളുടെയും ഈ കമ്പനികളിലൊക്കെ സോളാർ എനർജി മാനുഫാക്ചറിങ് കമ്പനികളിലൊക്കെ ഉള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് വാല്യുവേഷന്റെ മുകളിൽ മോശമില്ലാതെ നല്ല രീതിയിൽ പഠനം നടത്തുക. NLCയുടെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ ഗ്രീൻ എനർജിയും ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് സ്പൺ ഓഫ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ വാല്യുവേഷനൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുതുതായിട്ട് ഗ്രീൻ എനർജിയിൽ നിക്ഷേപം നടത്തുന്നവർ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് മാത്രം നിക്ഷേപം നടത്തുക. ഇതിൻ്റെ അകത്ത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ബിസിനസ് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ഗ്രീൻ എനർജി മോഡ്യൂൾസ് നിർമ്മിക്കുന്ന കമ്പനികൾക്ക് എത്രത്തോളം വലിയ മാർജിൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട്, ചൈനയിൽ നിന്നും കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ കമ്പനികളെല്ലാം മാർജിൻസിന്റെ മുകളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സത്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങൾക്ക് മനസ്സിലാക്കുക. മറ്റൊരു തെറ്റ് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.